ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ അല്ലെ? മൗലിക അവകാശങ്ങൾ. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഡിസംബർ 31 കൂടി അതിന്റെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം തീരുമാനമായി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക്, അതായത് ഇന്ത്യൻ പൊളിറ്റിയിലേക്ക് വരുമ്പോൾ അതിന്റെ ആദ്യമായിട്ട് നമുക്ക് പഠിച്ചു വെക്കാനുള്ള ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണ്. രണ്ടാമതായിട്ട് നമുക്ക് അതായത് ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ചിട്ടാണ്. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രിയാമ്പിൾ ആണ് അല്ലെ? അതായത് ഭരണഘടനയുടെ ആമുഖം. ഇത് രണ്ടും വളരെ 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 വ്യക്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാ പോയിന്റ്സുകളും നമ്മൾ ലക്ഷ്മികാന്ത് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഭരണഘടനയുടെ ആ ഒരു ഭാഗം നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മൗലികാവകാശങ്ങൾ. അപ്പൊ നമ്മളത് പഠിച്ചു വെക്കുക എന്നുള്ളത്, ഓരോ ഭാഗങ്ങളും ആർട്ടിക്കിളും ഒക്കെ ബൈഹാർട്ടായി തെറ്റിപ്പോവാതെ പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫണ്ടമെന്റൽ റൈറ്റിന്റെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾ ആരും മിസ്സാക്കരുത്. കാരണം ഇത് നമ്മൾ ലക്ഷ്മികാന്തും ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും എല്ലാം കൂടി കുത്തി നിറച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത് ഉള്ള ഒരു ക്ലാസ് ഒന്നുമല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് എന്താണെന്നറിയോ? ഫണ്ടമെന്റൽ റൈറ്റ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് വരുന്നത്? ഏത് ഭാഗത്താണ് വരുന്നത്? അതായത് പാർട്ട്, ഏത് പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമ്മള് 25 ഭാഗങ്ങളും പഠിക്കാനുള്ള ഒരു കോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? അത് വെച്ച് നമ്മൾ 25 ഭാഗങ്ങളും വളരെ എളുപ്പമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മള് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഭാഗം വരുന്നത് പാർട്ട് 3ലാണ്, അതായത് ഭാഗം 3ലാണ് ഫണ്ടമെന്റൽ റൈറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാം, എന്താ ഭാഗം 1 പഠിക്കുന്നില്ലേ, 2 പഠിക്കുന്നില്ലേ? നമ്മൾ നമ്മുടെ സിലബസിന്റെ ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർട്ട് 1 എന്താണ്? പാർട്ട് 1ൽ എന്താ പറയുന്നത്? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ് അല്ലെ? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ഓക്കെ, അതിലെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാ വരുന്നത്? 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളാണ് പാർട്ട് 1ൽ വരുന്നത്. അതായത് പാർട്ട് 1ല് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്നുള്ള ഭാഗം വരുന്നു അല്ലെ? അതായത് പാർട്ട് 1 ഓർ ഭാഗം 1. ഭാഗം 1ല് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ വരുന്ന ആർട്ടിക്കിളുകൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 4 വരെയുള്ള ഭാഗം പാർട്ട് 1ല് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയുമായി റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ ആണ്. അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്, പക്ഷെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോട്ടോ. അപ്പൊ അത് നെക്സ്റ്റ് പാർട്ട് 2. പാർട്ട് 2ൽ എന്താ പറയുന്നത്? സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് അല്ലെ? സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പാർട്ട് 2 വളരെ വ്യക്തമായിട്ട് പറയുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചതാണ്. ഓക്കെ, ഇതിൽ ഏതൊക്കെ ആർട്ടിക്കിളാ വരുന്നത്? അതായത് പാർട്ട് 2ല് ആർട്ടിക്കിൾ, ഇനി ഇതിൽ നോക്കൂ, ഇവിടെ 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിൾ പാർട്ട് 1ൽ കഴിഞ്ഞു. പാർട്ട് 2 ആവുമ്പോൾ 5 മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ ഏതിലാണ് കിടക്കുന്നത്? നമ്മളുടെ പാർട്ട് 2ലാണ് കിടക്കുന്നത്. അതായത് സിറ്റിസൺഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെ. പാർട്ട് 2ലുള്ള ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള കാര്യങ്ങൾ എന്തിനെ കുറിച്ചാണ്? സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്. അതിൽ 5, 6, 7, 8, 9, 10, 11 ഒക്കെ ഡിഫറെന്റ് സിറ്റിസൺഷിപ്പുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് അതിനെ റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ്. അതിൽ ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയുള്ളതാണ് വരുന്നത്. അപ്പൊ എക്സാമിന് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയുമായി റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ആർട്ടിക്കിൾ ആണ് ചോദിച്ചതെങ്കിൽ 1 മുതൽ 4 വരെയാണെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഓക്കെ,
പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് അതിനകത്ത് കിടക്കുന്നത്. ഓക്കെ, ഇതല്ല നമ്മളുടെ ഇവിടുത്തെ ടോപ്പിക്. പക്ഷെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ പാർട്ട് 3യിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത്. പാർട്ട് 3 അതായത് പാർട്ട് 3യിലാണ് ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങൾ വരുന്നത് എന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. ഇനി ആർട്ടിക്കിൾ ഏതൊക്കെയാ വരുന്നത്? 5 മുതൽ 11 വരെയുള്ള സിറ്റിസൺഷിപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആർട്ടിക്കിൾ നമ്മൾ ഇവിടെ ഏതാ വരുന്നത്? എന്തായാലും 5 മുതൽ 11 വരെ കഴിഞ്ഞു. ഇനിയുള്ളത് ഏതാ? 12. അപ്പൊ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങളുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ഭാഗം 3 അഥവാ പാർട്ട് 3യിലാണ് മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ് വരുന്നത് എന്ന് പഠിച്ചു. നെക്സ്റ്റ് അതിൽ വരുന്ന ആർട്ടിക്കിൾ ഏതാണ് അഥവാ മൗലിക അവകാശങ്ങളുമായി റിലേറ്റ് ചെയ്ത് പാർട്ട് 3യിൽ വരുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഭാഗം 3ൽ വരുന്നത് എന്നും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഏത് കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ഓരോരോ രാജ്യങ്ങളിൽ പോയി പഠിച്ച് അവിടുത്തെ ഭരണഘടനയെ കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും അവിടെ നിന്ന് കടം കൊണ്ടിട്ടുണ്ട്, അതായത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയെ തന്നെ കടം കൊണ്ട ഭരണഘടന എന്നാണ് അറിയപ്പെടുന്നത് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പലതും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഭരണഘടനയിലെ ഭാഗം 3ൽ കിടക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? അത് USA എന്നാണ് കേട്ടോ. അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് നമ്മൾ എന്താ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗം അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടി ഡെപ്തിൽ ചോദിച്ചാലോ, അമേരിക്കൻ ഭരണഘടനയിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ബിൽ ഓഫ് റൈറ്റ്സ് അതിന്നാണ് നമ്മൾ എന്ത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ നമ്മുടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്. അതുകൊണ്ടാണല്ലോ ഇതിന് ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ വിളിക്കുന്നുണ്ടാവുക അല്ലെ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പാർട്ട് 3യിൽ വരുന്ന എന്തിന് ഫണ്ടമെന്റൽ റൈറ്റുകളെ നമ്മൾ എന്താ പറയുന്നത്? മാഗ്ന കാർട്ട എന്നാണ് പറയുന്നത്. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നറിയ കുറെ മാഗ്ന കാർട്ടകൾ നമുക്ക് പഠിച്ചു വെക്കാണ്ട്. അതിലിപ്പോ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചാൽ എന്താ? മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമ്മളുടെ പാർട്ട് 3 അല്ലെങ്കിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ നമ്മുടെ മൗലിക അവകാശങ്ങളെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. ഈ സ്ക്രീനിൽ കാണുന്നൊക്കെ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന, മാഗ്ന കാർട്ട എന്നല്ല കേട്ടോ, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമ്മുടെ പാർട്ട് 3 അഥവാ നമ്മുടെ മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റിനെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ ഇത് മറ്റുള്ള ഏത് രാജ്യം എടുക്കുകയാണെങ്കിലും, അതായത് വേൾഡിലെ ഏറ്റവും ആദ്യം വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന രാജ്യം USA ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഏത് രാജ്യത്തിന്റെ എടുത്താലും അവനേക്കാളും എല്ലാം വളരെ വലിയ ഒരു ഭാഗമാണ് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്. അതായത് വെരി ലോങ് ആണ്, കോംപ്രഹെൻസീവ് ആണ്, അതുപോലെ തന്നെ ഇലാബറേറ്റ് ആണ്. അത്രയും ഇലാബറേറ്റ് ആണ് എന്ത് നമ്മുടെ ഭരണഘടനയിലെ ഭരണഘടന തന്നെ അങ്ങനെയാണ്. ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന പാർട്ട് 3 അഥവാ ഭാഗം 3ൽ വരുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ അത്രയും ലോങ് ആണ്, കോംപ്രഹെൻസീവ് ആണ്, ഇലാബറേറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുക. അമേരിക്കൻ ഭരണഘടനയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും
അത് മാത്രമല്ല ലോകത്തിലെ ഏത് ഭരണഘടനയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും അങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ. ക്ലിയർ? ഇനി നമ്മുടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് നമ്മൾ ഓരോ ആളുകൾക്കും അനുഭവപ്പെടുന്നത്? ഈ ഫണ്ടമെന്റൽ റൈറ്റ് എല്ലാവർക്കും ഒരുപോലെയാണോ? അതെ, ഇന്ത്യയിലെ ഏതൊരു പൗരനും എടുത്തു നോക്കുമ്പോഴും ഈക്വലി എന്ന ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലികാവകാശം തുല്യമായിട്ടാണ് ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നത്, അതായത് തുല്യമായിട്ടാണ് ലഭിക്കുന്നത്. അതായത് വേറെ ഒരു പൗരന് വേറെ രീതിയിൽ അല്ലെങ്കിൽ വേറൊരു പൗരന് വേറൊരു രീതിയിൽ, അങ്ങനെയല്ല. യാതൊരുവിധ എന്തുമില്ല, ഡിസ്ക്രിമിനേഷനും ഇല്ല, യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും ഇല്ല. എല്ലാവർക്കും ഈക്വലി ആണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ഇവിടുത്തെ ഓരോ വ്യക്തിനെ എടുത്ത് നോക്കുമ്പോഴും ഈ ഫണ്ടമെന്റൽ റൈറ്റ് എങ്ങനെയാണ് കിട്ടുക? എല്ലാവർക്കും ഒരു ഡിസ്ക്രിമിനേഷനും ഈ ഫണ്ടമെന്റൽ റൈറ്റില് രാജ്യം ജനങ്ങളോട് കാണിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ അതിൽ തന്നെ പഠിച്ചു വെക്കേണ്ടത്, ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പ്രൊമോട്ടിംഗ് ദ ഐഡിയൽ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ്. എന്താ മനസ്സിലായത്? അതായത് രാഷ്ട്രീയമായിട്ടുള്ള ജനാധിപത്യം, രാഷ്ട്രീയ ജനാധിപത്യം. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? പൊളിറ്റിക്കൽ ഡെമോക്രസി. പൊളിറ്റിക്കൽ ഡെമോക്രസി. ഓക്കെ, രാഷ്ട്രീയ ജനാധിപത്യം അഥവാ പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തിലൂടെ? പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് പൊളിറ്റിക്കൽ ഡെമോക്രസി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, രാഷ്ട്രീയ ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാഷ്ട്രീയ ജനാധിപത്യം വേണം. അതാണ് ഇവിടുത്തെ ഓരോ ആളുകളുടെയും ശരിയായ രീതിയിലുള്ള ഡെവലപ്മെന്റിനും രാജ്യത്തിന്റെ വികസനത്തിനും ഒക്കെ വേണ്ട കാര്യം. അപ്പോൾ ആ ഒരു ഭാഗം ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റിലൂടെ വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് കൊണ്ടുവരുന്നതിലൂടെ അതോറിറ്റേറിയൻ ഓർ ഡിപ്പോട്ടിക് റൂൾ, രാജ്യത്ത് ഒരു സ്വേച്ഛാധിപത്യ ഭരണം, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അതോറിറ്റേറിയൻ റൂൾ അല്ലെ. അതോറിറ്റേറിയൻ ഓർ ഡിപ്പോട്ടിക് റൂൾ, ഈ റൂളിനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. രാജ്യത്ത് ഒരു സ്വേച്ഛാധിപത്യ ഭരണം അല്ലെ, സ്വേച്ഛാധിപത്യം എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്വേച്ഛാധിപത്യ ഭരണം രാജ്യത്ത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിലൂടെ ശ്രമിക്കുന്നു? ഭരണഘടനയിലൂടെ. അപ്പൊ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലികാവകാശങ്ങളിലൂടെ. അപ്പൊ മൗലികാവകാശങ്ങളിലൂടെ പ്രിവെന്റ് ചെയ്യുന്നത്, ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെന്ന് എഴുതണം? എന്തെന്നാണ് എഴുതേണ്ടത്? അതോറിറ്റേറിയൻ ഓർ ഡിപ്പോട്ടിക് റൂൾ ഇൻ ദ കൺട്രി. ഓക്കെ, അതോറിറ്റേറിയൻ ഓർ ഡിപ്പോട്ടിക് റൂൾ ഇൻ ദ കൺട്രി, അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൗലികാവകാശങ്ങളിലൂടെ ശ്രമിക്കുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അപ്പം ഇത് പഠിച്ചു. ഒക്കെ ഓരോ പോയിന്റുകളും നന്നായി മനസ്സിലാക്കണം കേട്ടോ. അതായത് പൊളിറ്റിക്കൽ ഡെമോക്രസി അഥവാ രാഷ്ട്രീയ ജനാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റിലൂടെ ശ്രമിക്കുന്നത്. അതുപോലെ രാജ്യത്ത് വരുന്ന സ്വേച്ഛാധിപത്യ ഭരണത്തിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മൗലികാവകാശങ്ങളിലൂടെ പ്രിവെന്റ് ചെയ്യപ്പെടുന്നത് അതാണെന്ന് മനസ്സിലാക്കുക. പിന്നെയോ മൗലികാവകാശത്തിലൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക? നമ്മുടെ ലിബർട്ടീസ് അല്ലെ, നമ്മളെ ഓരോ ആളുകൾക്കും ലിബർട്ടി, അതുപോലെ തന്നെ ഫ്രീഡം, ഇതൊക്കെ വേണം അല്ലെ. ഇതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഇവിടുത്തെ ഓരോ ആളുകളും, അതായത് പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ താമസിക്കുകയും ഇവിടെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനെയും ലിബർട്ടിനെയും ഫ്രീഡത്തിനെയും ഒന്നും ഇല്ലാണ്ടാക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മൾ എന്തിലൂടെ ശ്രമിക്കുന്നുണ്ട്? നമ്മുടെ മൗലികാവകാശങ്ങൾ നമ്മൾ അതിനും സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ മൗലികാവകാശങ്ങളിലൂടെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? എ ഗവൺമെന്റ് ഓഫ് ലോ ആൻഡ് നോട്ട് ഓഫ് മെൻ. അതായത്
ഒരു ഗവൺമെന്റ് ലോ ആണ് ഇവിടെ വേണ്ടത്, അല്ലാതെ ആളുകൾ കൊണ്ടുവരുന്ന റൂളല്ല. അപ്പോ ഒരു ഗവൺമെന്റ് ഓഫ് ലോനെ കൊണ്ടുവരിക, അല്ലാതെ മെന്നിന്റെ റൂൾ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവത്തിനെ ഭരണഘടനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്തുകൊണ്ടായിരിക്കും ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങൾ എന്നുള്ള പേര് വരാനുള്ള കാരണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം എന്തായിരിക്കും അങ്ങനെയുള്ള ഒരു പേര് വരാൻ? ഒന്ന്, ഇതിലൂടെ ഒരു പൗരന്റെ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അവനെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് അല്ലെ, ഗ്യാരണ്ടീഡ്. അതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, പ്രൊട്ടക്റ്റഡ്. അതായത് ഒരു വ്യക്തിയുടെ എല്ലാ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ട എല്ലാ കാര്യങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുകയും ഗ്യാരണ്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ത്? നമ്മുടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, അപ്പൊ അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതെന്താ സംഭവം? ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് ആണ്. ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലോ ആണ് ഇതിൽ പറയുന്നത്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോ. അപ്പൊ അതിനെ ഫണ്ടമെന്റൽ റൈറ്റ് എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെയോ, ഇത് നമ്മുടെ രാജ്യത്തുള്ള ഓരോ ഇൻഡിവിജ്വലിന്റെയും ഏറ്റവും നല്ല ഒരു ഓവറോൾ ഡെവലപ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഓവറോൾ അല്ലെങ്കിൽ ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് നമ്മൾക്ക് ഓരോ വ്യക്തിക്കും അനുഭവിക്കേണ്ട അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ റൈറ്റുകൾ ഉണ്ട്. ആ റൈറ്റുകളെ കുറിച്ചിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലികാവകാശങ്ങളിലൂടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടും നമുക്ക് എന്ത് പറയാം? ഫണ്ടമെന്റൽ റൈറ്റ് എന്നതിനെ വിളിക്കാം, അതായത് മൗലികാവകാശങ്ങൾ എന്ന് വിളിക്കാം. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന പേര് കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണ്. ഇനി ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്, നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്, അതായത് ഒറിജിനൽ ഭരണഘടന ട്ടാ, ഇപ്പോഴത്തെ എല്ലാം ഒരുപാട് തവണ അമെൻഡ് ചെയ്തിട്ടുള്ള ഭരണഘടനയാണ്. നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 7 ഫണ്ടമെന്റൽ റൈറ്റുകളാണ് നമ്മളുടെ ഒറിജിനൽ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. പഠിച്ചു വെക്കാം. എത്ര എണ്ണാണ് ഉണ്ടായിരുന്നത്? 7. എത്ര ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ എത്ര മൗലിക അവകാശങ്ങളാണ് നമ്മളുടെ ഒറിജിനൽ ഭരണഘടനയിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാല് 7 എണ്ണാണെന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ? അപ്പൊ ആ 7 എണ്ണാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു കോഡിലൂടെ പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഈക്വൽ ഫ്രീഡം, never exploit, equal freedom, never exploit your religion and educational rights. Okay, educational rights, proper remedies are available. Okay, അപ്പൊ ഇത് ഇതിന്റെ അർത്ഥം അങ്ങനെയൊന്നും അല്ലാണ്ട് നോക്കണ്ട, പക്ഷെ ഒരു പറയാൻ പറ്റുന്ന സ്ട്രക്ചറിൽ ആണെന്ന് വിചാരിച്ച് അങ്ങോട്ട് പഠിക്കുക. അതായത് ഈക്വൽ ഫ്രീഡം, നെവർ എക്സ്പ്ലോയിറ്റ് യുവർ റിലീജിയൻ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, പ്രോപ്പർ റെമഡീസ് ആർ അവൈലബിൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ അതിൽ നോക്കുമ്പോ ക്യാപിറ്റൽ ലെറ്ററിൽ റെഡിങ്ങിൽ കൊടുത്ത ഇതൊക്കെ നിങ്ങൾ നോക്കുക. അതാണ് നമ്മളുടെ 7 ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, അതായത് ഒറിജിനൽ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന 1, 2, 3, 4, 5, 6, 7 ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഒറിജിനൽ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ 7 എണ്ണം ഇല്ല കേട്ടോ. ഒറിജിനൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഉണ്ടായിരുന്നത്. അത് പഠിച്ചു വെക്കാനുള്ള കോഡാണ്. അതിൽ ഒരെണ്ണം ഇപ്പൊ ഇല്ല.
അത് മാറ്റിയിട്ടാണ് പുതിയ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഒറിജിനൽ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന 7 ഫണ്ടമെന്റൽ റൈറ്റുകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഓക്കെ, ഒന്നാമത്തെ എന്താണ്? ഇ എന്താ? ഇ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. എന്താണ്? റൈറ്റ് ടു ഇക്വാലിറ്റി. ഓക്കെ, ഇ റൈറ്റ് ടു ഇക്വാലിറ്റി. കണ്ട, ഈക്വൽ അതിനകത്തുണ്ടല്ലോ. അപ്പൊ റൈറ്റ് ടു ഇക്വാലിറ്റി. അടുത്തത് എഫ് എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ആണ്. എന്താണ്? റൈറ്റ് ടു ഫ്രീഡം. എഫ് എന്താണ്? റൈറ്റ് ടു ഫ്രീഡം. ക്ലിയർ. അടുത്തത് ഇ എന്താണ് പറയുന്നത്? റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. എന്താണ്? റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നെക്സ്റ്റ് ആർ എന്തിനാ പറയുന്നത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. നെക്സ്റ്റ് 6 കഴിഞ്ഞാൽ ഇ ആണ് അല്ലെ. ഇയിൽ എന്താ പറയുന്നത്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആണ്. എന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആണ് എന്ത് പറയുന്നത്? എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഓക്കെ, എഡ്യൂക്കേഷണൽ റൈറ്റ്. കൾച്ചറൽ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല ഇവിടെ, പക്ഷെ എഡ്യൂക്കേഷണൽ റൈറ്റിന്റെ കൂടെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. നെക്സ്റ്റ് പി എന്താ കാണിക്കുന്നത്? റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ് കേട്ടാ. എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് ഒരു റൈറ്റും കൂടി ഉണ്ട്. ഏതാണ്? ആറ് ഏതിനെയാ കാണിക്കുന്നത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ, അപ്പൊ നോക്കൂ, 1 2 3 4 5 6 7 റൈറ്റുകൾ. അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന 7 മൗലിക അവകാശങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളൊരു കോഡിലൂടെയാണ് പഠിച്ചത്. അതായത് ഈക്വൽ ഫ്രീഡം, നെവർ എക്സ്പ്ലോയിറ്റ് യുവർ റിലീജിയൻ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, പ്രോപ്പർ റെമഡീസ് ആർ അവൈലബിൾ. അതിൽ നമ്മൾ ഓരോ റെഡിങ്ങിലുള്ള ക്യാപിറ്റൽ ലെറ്റർ വന്നിട്ടുള്ള ടേംസുകളും മീൻസ് ലെറ്റേഴ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഒന്ന് വരുന്നത് ഇ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാലിറ്റി. അതായത് എല്ലാവരും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് കാണിക്കുന്നത്. അതൊക്കെ നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് എഫ് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതുപോലെ ഫസ്റ്റത്തെ ഈ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. നമുക്ക് അവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഈക്വൽ ഫ്രീഡം. അപ്പൊ റൈറ്റ് ടു ഇക്വാലിറ്റി, പിന്നെ റൈറ്റ് ടു ഫ്രീഡം. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലോയിറ്റ് ആണ്. കണ്ടില്ലേ? എക്സ്പ്ലോയിറ്റ് യുവർ റിലീജിയൻ. അപ്പൊ നോക്കൂ, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള നിയമമാണത്. അടുത്തത് 6 വരുന്നത് റിലീജിയൻ ആണ്. അപ്പൊ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് ഇയിൽ വരുന്ന കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആണ് അല്ലെ. പി ആണെങ്കിൽ പ്രോപ്പർട്ടിയുമായി റിലേറ്റ് ചെയ്ത്, അതായത് സ്വത്തവകാശമാണ്. അടുത്തത് നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ള എന്താ പറയാ റെമഡീസിനുള്ള റൈറ്റ് ആണ് അതിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിന്റെയൊക്കെ ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണെന്നും കൂടി അങ്ങോട്ട് പഠിച്ചു വെക്കാം. കാരണം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് എന്തിൽ വരുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നത്. പഠിച്ചു വെക്കുക. റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ 14 മുതൽ 18 വരെയാണ് വരുന്നത്. നെക്സ്റ്റ് റൈറ്റ് ടു ഫ്രീഡത്തില് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് വരുന്നത്. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതിനകത്ത് ഏതൊക്കെ ആർട്ടിക്കിൾ ആണ്? 23ഉം 24ഉം ആണ് അതിനകത്ത് വരുന്ന ആർട്ടിക്കിൾ. നെക്സ്റ്റ് 4ാമത്തെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അല്ലെ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതിനകത്ത് ഏത് ആർട്ടിക്കിളുകളൊക്കെയാണ് വരുന്നത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ വരുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഓക്കെ, നെക്സ്റ്റ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, ആ ആർട്ടിക്കിൾ ഏതൊക്കെയാ വരുന്നത്? അതിൽ വരുന്ന ആർട്ടിക്കിൾ 29ഉം 30ഉമാണ്. പിന്നെയോ 6ാമത് വരുന്ന പി,
അതിനകത്ത് വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടിയിൽ വരുന്നത് ആർട്ടിക്കിൾ ഒരേ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ, ആർട്ടിക്കിൾ 31. ക്ലിയർ ആയല്ലോ? ഇനി ഏഴാമത് വരുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അത് വരുന്നത് ആർട്ടിക്കിൾ 32. ഇതും കൂടി ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചു പോകുമ്പോ എന്താ വെച്ചാൽ 14 മുതൽ 18 വരെ ഉള്ളത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണെന്ന് മനസ്സിലായി. അപ്പൊ തുല്യതയ്ക്കുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടാണ് എന്തിൽ പറയുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? 14 to 18 ഉള്ളിൽ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ എങ്കിൽ പിന്നെ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോവാതെ നിങ്ങൾക്ക് ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം അല്ലെ. അപ്പൊ അതിന് ഇത് ഉപകരിക്കും. അപ്പൊ ഈ കോഡ് നന്നായി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. എന്നാൽ പ്രസന്റ്ലി നമ്മൾക്ക് 7 മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ല. ഒരെണ്ണം ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് ഡിലീറ്റ് ചെയ്യുന്ന ഭരണഘടനയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുകയല്ല, മൗലിക അവകാശങ്ങളുടെ ആ പാർട്ട് 3 അഥവാ ഭാഗം 3 എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ അത് മൗലിക അവകാശമല്ല. ഏതാണ് ആ സംഭവം? ഇതാ ഈ കിടക്കുന്ന ഐറ്റാണ്. അതായത് ആറാമതായിട്ട് നമ്മൾ പഠിച്ചു വെച്ച പി ഇല്ലേ, റൈറ്റ് ടു പ്രോപ്പർട്ടി, ആർട്ടിക്കിൾ 31 വരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി അതായത് സ്വത്താവകാശം. ആ അവകാശം ഇപ്പൊ നമ്മുടെ മൗലിക അവകാശമല്ല. ഇപ്പൊ എന്താണ് അതിന്റെ അവസ്ഥ എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവത്തിനെ 1978 44 അതായത് 44th ഭരണഘടനാ ഭേദഗതി, 44ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്ത് ചെയ്തു? ഈ റൈറ്റ് ടു പ്രോപ്പർട്ടീനെ മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു മാറ്റി. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു അതുവരെ, അതിനെ എന്താക്കി മാറ്റി? 1978 44ാം ഭരണഘടനാ ഭേദഗതിയിൽ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ എന്താക്കി മാറ്റി? അഥവാ മൗലിക അവകാശം അല്ലെ, അവകാശം, മൗലിക അവകാശമായിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു പ്രോപ്പർട്ടി അഥവാ സ്വത്തവകാശം, സ്വത്തവകാശം, ഈ സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു എന്ന് പറഞ്ഞു. അതിനെന്ത് ചെയ്തു? എടുത്തിട്ട് എങ്ങോട്ടേക്ക് മാറ്റി? ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. ലീഗൽ റൈറ്റ് അഥവാ നിയമ അവകാശം, നിയമ അവകാശം. അപ്പോ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഈ ഐറ്റപ്പ് എന്താ? നിയമാവകാശമാണ്, ലീഗൽ റൈറ്റ് ആണ്. ഇത് ഏത് ആർട്ടിക്കിളിലാണ് ഇപ്പൊ വരുന്നത്? ആർട്ടിക്കിൾ 300A കിടക്കുന്നത്. പാർട്ടോ, പാർട്ട് 12, പാർട്ട് അഥവാ ഭാഗം 12 ആർട്ടിക്കിൾ 300A വരുന്ന നിയമ അവകാശമായിട്ട് എന്ത് മാറി? നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി അഥവാ സ്വത്താവകാശമായി മാറി. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഭേദഗതിയാണ്, ഏത് ഇയർ ആണ്, മൗലികാവകാശം എങ്ങോട്ടേക്കാണ് മാറിയത്, ഇപ്പൊ ഏത് ഭാഗത്താണ് കിടക്കുന്നത്, ഏത് ആർട്ടിക്കിൾ ആണ്, എല്ലാതും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പഠിച്ചു വെക്കുക. 44ാം ഭരണഘടനാ ഭേദഗതി 1978 റൈറ്റ് ടു പ്രോപ്പർട്ടി അഥവാ സ്വത്താവകാശം എന്ന് പറഞ്ഞ നമ്മുടെ മൗലിക അവകാശത്തിനെ ഒരു ലീഗൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റി. ഇപ്പൊ അതൊരു നിയമാവകാശം അഥവാ ലീഗൽ റൈറ്റ് ആണ്. അത് വരുന്നത് പാർട്ട് 12 അതായത് ഭാഗം 12 ആർട്ടിക്കിൾ 300A എന്ന് മനസ്സിലാക്കാം. സോ ഇപ്പൊ എത്ര എണ്ണാണ് പ്രസന്റ്ലി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റുകളുടെ എണ്ണം 6 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇത് ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട അറിവുകളാണ്. ഇത് പഠിച്ചിട്ടാണ് നമ്മൾ ഇതിനെ വളരെ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഈ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യൻ പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സമയം കളയാനില്ല, നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യാനില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.